രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. നിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുന്നു. യേശുവിന്റെ തിരുരക്തക്കോട്ടയ്ക്കകത്ത് നിന്നെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയും നിന്നെ തൊടാതെ. ഇതാ നിന്റെ കോട്ട, അത് രക്തക്കോട്ടയാണ്, തിരുരക്തത്തിന്റെ അഭിഷേകമാണ്. വിശ്വസിച്ചോണം. യെസ്, എൻ്റെ വീട്, എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യേശുവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഈ സംരക്ഷിക്കുന്നു. നമുക്കെല്ലാവരും മുട്ടുകുത്തിക്കേ. സമാപന ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നീ വിശ്വസിക്കണം. ഇന്ന് ഞാൻ കേട്ട ഓരോ വചനവും, ഞാൻ പാടിയ പാട്ടുകളും, ഞാൻ ഉയർത്തിയ സ്തുതിഗീതങ്ങളും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ അങ്ങ് പണിതുയർത്തിയ സംരക്ഷണ കോട്ടയാണ്. ദൈവത്തിന് നന്ദി. രക്തത്താൽ അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും കുറവുകളും യേശുവേ കുരിശിലങ്ങ് ഞങ്ങൾക്ക് വിലയായി സമ്മാനിച്ചു. കർത്താവേ, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങൾ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അതൊന്നോർത്തെ. ചില കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെ. പ്രാർത്ഥിച്ചോ. കർത്താവ് ആ വിഷയത്തിലൊക്കെ ഇടപെടുകയാണ്. അനേക തടസ്സങ്ങൾ കർത്താവ് മാറ്റി വിശുദ്ധീകരിക്കുകയാണ്. വിശ്വസിക്കണം. യെസ്, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു.